ഹായ് എവരിവൺ, ദിസ് ഇസ് ആനന്ദ് ജോർജ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാനൊരു ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ലിമിറ്റേഷൻസ്, കുറച്ച് വർക്ക് പ്രഷേഴ്സ്, കുറച്ച് എഴുത്തിൻ്റെ പരിപാടികൾ ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ആക്ച്വലി ആ ഒരു ഡെയിലി വ്ളോഗ് എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ നീണ്ടുപോയി. സോ ഫൈനലി ഇപ്പം ഐ ഹാവ് റീച്ച് എ പോയിന്റ് വെയർ ഐ ഹാവ് സം ടൈം ഫോർ ദ വ്ളോഗ് സെക്ഷൻ ആക്ച്വലി. അപ്പം നമ്മൾ ഇന്ന് തൊട്ട് ഒരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഞങ്ങൾ പാലക്കാട് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, ഒരു എഡിറ്ററും ഒരു ഡയറക്ടറും. സോ എൻ്റെ ഈ വ്ളോഗിലൂടെ ഞാനോട്ട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും മാക്സിമം ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് ലൈക്ക് ഓൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് വാട്ട് ഐ എം ഡൂയിങ് ഇൻ എ ഡേ ആക്ച്വലി. സോ അതിൻ്റെയൊക്കെ ഒരു റഫായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ ഡെയിലി വ്ളോഗിൽ കൂടെ പോകുന്നത്. സോ ഞാൻ കുറേ നാളുകൾ ഇങ്ങനെ കുറച്ച് വർക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് കഴിച്ചു കൂട്ടിയ എൻ്റെ ഫാറ്റ് മുഴുവൻ ബേൺ ചെയ്യാൻ വേണ്ടി ഞാൻ ജിമ്മിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു 10 days ഒരു ബ്രേക്ക് വന്നു നമ്മൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിന് പാലക്കാട് പോയപ്പം. സോ ഐ എം റീസ്റ്റാർട്ടിങ് മൈ ജിം അഗെയിൻ. സോ അവർ ഫസ്റ്റ് സെക്ഷൻ ഓഫ് അവർ ഡെയിലി വ്ളോഗ് ഈസ് ജിം. In the morning, I wake up feeling no pain. Too bad I'm like 15 kg extra. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ 15 kg കൂടുതലാണ് എനിക്ക്. നമുക്ക് 15 kg in next 3 months നമ്മൾ കട്ട് ചെയ്ത് ഉറപ്പ്. Empty on one side, back to the sheet. Wish I could fly. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love gonna make me right. Close the curtain, sweating, shaking all over. Imagine you're here, looking up at the door. അതേപോലെയല്ല തിരിച്ചു വരുന്നത്. ഇന്നത്തെ ജിമ്മ് കഴിഞ്ഞു, എല്ലാം ഫുൾ ബോഡിയാണ് ചെയ്തത്. അവസാനം ലെഗും കൂടെ ചെയ്തിട്ട് സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു ഞാൻ പ്രതീക്ഷിച്ച് ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അടിപൊളി ഒക്കെ കുറേ കണ്ടൻറ്റ് കിട്ടും. തേങ്ങയാണ് മാങ്ങയാണ്, അധികം കണ്ടൻറ്റുകളൊന്നും ബാക്കി ഇനിയില്ല. ഇനി ഇറ്റ്സ് ലൈക്ക് പോവുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഈ വ്ളോഗ് അപ്ലോഡ് ആകുമെന്ന് പോലും അറിയത്തില്ല, കാരണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം കാണിക്കാൻ. ഇനി എണീക്കുമ്പോൾ പാതിരാത്രിയാവും മിക്കവാറും. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, നേരത്തെ അത്ര ആരോഗ്യമൊന്നും ഇല്ല ഇപ്പം പറയാൻ. ഓക്കെ, ശരി. ഒന്നാമത്തെ ആള് ഇവിടെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സത്യൻ ചെറുപ്പളശ്ശേരി. ഉപ്പുമാവ് ഇവിടെ ഉണ്ട്. സത്യൻ ഡയറക്ടറാണ്, റൈറ്ററാണ്. സത്യൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സത്യൻ ഇവിടെ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത്ര നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേറൊന്നും ഇപ്പം വെച്ചിരിക്കാം. ഞാൻ കഴിച്ചു, മടുത്തു, വേണ്ട പിന്നെ കഴിക്കാം. പിന്നെ പരിചയപ്പെടുത്താനുള്ളത് അനുവിനെയാണ്. അനു ഇതിൻ്റെ DOP ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ. അനു തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അനു 2 സിനിമ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി മനുഷ്യനാണ്, അടിപൊളി മെമ്പറാണ്. അപ്പം ഞാനും എന്നാൽ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഡെയിലി വ്ളോഗ് പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങളും സൂപ്പറാണ്, ഞാനും സൂപ്പറാണ്. യെസ്. ഒരു 3-4 മണിക്കൂർ മിസ്സിങ് ആയിപ്പോയി കേട്ടോ. സംഭവം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം ഞാനും നമ്മുടെ ചെറുപ്പളശ്ശേരിക്കാരൻ സത്യൻ, പിന്നെ അനു, ഞങ്ങളെല്ലാവരും കൂടെ വേണ്ട ഒരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജംഗ്ഷൻ വരെ ഒന്ന് പോവാം. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്താ പറഞ്ഞത്? ചെറുപ്പളശ്ശേരിക്കാരൻ സത്യനല്ല, സത്യൻ ചെറുപ്പളശ്ശേരി. ഓക്കെ, സത്യൻ ചെറുപ്പളശ്ശേരി. ആ പേരിൽ ഉള്ള ഒരേ ഒരു മനുഷ്യൻ ഇയാളാണ്. മാത്രമേ ഉള്ളൂ. വൺ ആൻഡ് ഓൺലി വൺ സത്യൻ ചെറുപ്പളശ്ശേരി. കൊച്ചിയിൽ ഇത്രയും ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഒരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ പോവാണ് ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടിയിട്ട്. ഓക്കെ, പൊളിക്കോ? ക്യാമറമാൻ റെഡി?
പൊളിക്കോ? പൊളിയാതിരുന്നാ കൊള്ളാം. ഓക്കെ എടാ നീ പറയണ്ടേ, പ്രോംപ്റ്റ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന്. പ്രോംപ്റ്റ് ചെയ്യാണോ ഞാൻ ഓപ്പോസിറ്റ് ഡയലോഗാണോ? ഓപ്പോസിറ്റ് ഡയലോഗ്. അത് ശരി, സോറി. ഒന്നും കൂടെ ഒന്നും പറയണ്ട ആദ്യം. അത് ശരി, പൊളിയാതിരുന്നാ മതി പറഞ്ഞില്ല, ആദ്യമേ പൊളിഞ്ഞു. ഓക്കെ റെഡി. ഹലോ. ആ ഹലോ. അളിയാ എവിടെ? എവിടെ മച്ചാനെ, കുറെ ആയല്ലോ. ഞാൻ വേണ്ട ഇച്ചിരി വെളിയിൽ വൈകുന്നേരം ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ. കുറെ കാലമല്ലേ, എവിടെ ഒന്ന് കൂടണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങളിപ്പോ 1 മാസം മുമ്പല്ലേടാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞങ്ങളിപ്പോ മൂന്നാറിലുണ്ട്. ഇവിടെ അടിപൊളി അളിയാ. മൂന്നാറിലോ? ആ ചിൽ മൂടാ. ആരൊക്കെ ഉണ്ട്? ഞങ്ങള് മറ്റേ 5-6 പേരുണ്ടെന്നേ. ആന്റണി, മാർക്കോസ് എല്ലാരും ഉണ്ട്. നിങ്ങള് പൊളിക്കടാ. അല്ലല്ല, നീ വാ അതിനാ വേണ്ടിയാ വിളിച്ചേ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അടി ഇങ്ങനെ നമ്മളിവിടെ കോഴിയും മറ്റേ ബീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാൻ വേണ്ടിട്ടല്ലേ പാട്ടും. എന്നാ ഞാൻ വൈകിട്ട് ഇറങ്ങാടാ. ആ ഓക്കെ, മറക്കണ്ട. ഇല്ലല്ല, ഓക്കെ പുറപ്പെടുക ഇവിടുന്ന്. ആ ശരി. 1 മാസം മുമ്പ് അടിച്ചോണ്ടിരുന്നപ്പോ 2 പെഗ് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ കയ്യിലില്ല. ഇപ്പൊ ഇവൻ ട്രീറ്റിന് മൂന്നാറിലേക്ക് പോയി. പറയലിയാ. എടാ നീ നിർത്തിയോ? ശരിക്കും നിർത്തിയോ? ഞാൻ ശരിക്കും നിർത്തിയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങാൻ വേണ്ട. നീ നിർത്തിയെങ്കിൽ പിന്നെ വരണ്ടടാ, മൂടുണ്ടാവൂല. ഇല്ലല്ലേ? വേണ്ടെന്നേ, കട്ട് ചെയ്തോ. ഓക്കെ. സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇത് 2 കണ്ടന്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. 2 കണ്ടന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് അങ്ങോട്ട് തട്ടി വിടും 2 ദിവസത്തിൽ. അങ്ങനെ ഇരിക്കുന്നു. കാലിനൊക്കെ നല്ല വേദന, ജിമ്മിൽ പോയതിൻ്റേത്. നടക്കാൻ നല്ല പാടുണ്ട്. നാളെ മടി പിടിച്ചൊഴിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവർ നാളെ പോവാ കേട്ടോ. നാളെ ഉച്ചയ്ക്ക് ഇവർ പോവും. അടുത്ത വരവിന് ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട ആൾക്കാരെ നമ്മുടെ ഒരു 15ാമത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാൻ പറ്റും. ഇത് നാളെ റിലീസ് ചെയ്യോ? ഇത് നാളെ റിലീസ് ചെയ്യത്തില്ല, ഇത് ഇന്ന് രാത്രി റിലീസാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസിന് ഹാപ്പി ഓണം. അടുത്ത ആഴ്ച ഓണം കഴിഞ്ഞ് ഇനി വരുള്ളൂ. ഈ പ്രാവശ്യം ഇവർ പോയി കഴിയുമ്പം അപ്പം അടുത്ത വീഡിയോസിൽ പുതിയ 2 സുഹൃത്തുക്കൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. സോ നമ്മൾ നമ്മുടെ ആദ്യത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. Day 1. ഞാൻ ഓർത്തില്ല ഇത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. സോ ഇൻ another 30 minutes ഇതിൻ്റെ ഔട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ until I see you with vlog number 2, it's goodbye and good night from Anand George.